ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. പുതിയകാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കർഷക സമ്പർക്ക പരിപാടി പാൽവില വർദ്ധിപ്പിക്കുക. പുതിയകാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും നോർത്ത് പറവൂർ ക്ഷീര വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ പുതിയകാവ് ക്ഷീരസംഘം മാളിൽ വെച്ച് ക്ഷീര കർഷകർക്ക് ശുദ്ധമായ പാലുൽപാദനം, വർഷകാല പശുപരിപാലനം, ചിലവ് കുറഞ്ഞ തീറ്റ നൽകി പശു വളർത്തൽ എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെക്കുറിച്ച് പറവൂർ ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ CS രതീഷ് ബാബുവും ക്ഷീര വികസന ഡയറി ഫാം ഇൻസ്പെക്ടർ EM പ്രശാന്തും ക്ലാസുകൾ എടുത്തു. ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ക്ലാസ്സിൽ വ്യക്തമാക്കി. എന്നാൽ ക്ഷീര കർഷക വികസന വകുപ്പ് കഴിഞ്ഞ വർഷമായി മുമ്പുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചുവെന്നും പാൽവില വർദ്ധിപ്പിക്കുവാൻ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എതിരാണെന്നും ആയതിനാൽ ചെറുകിട പരിമിത കർഷകർ 40% പശു വളർത്തൽ നിർത്തിയതിനാൽ കേരളത്തിൽ അന്യസംസ്ഥാന വ്യാജ പാക്കറ്റ് പാൽ കച്ചവടം നടത്തുന്നത് തടയാൻ ക്ഷീരവികസന വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ വ്യാജ പാൽ ലോബി കേരളത്തിൽ തഴച്ചു വളരുകയാണെന്ന് കർഷകർ അഭിപ്രായപ്പെട്ടു. സംഘം പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പറവൂർ രതീഷ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് തേസ്യ ജോർജ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി സോണി കൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ.